സൂര്യകാന്തി ഒരു മൊട്ടായി വരുന്നതാണ്. ആദ്യം ഞാൻ ഇലയെടുക്കുകയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ അതിനകത്ത് ഇങ്ങനെ മഞ്ഞ പോലെ പതുക്കെ വന്നപ്പോഴാണ് അത് പൂവാണെന്ന് മനസ്സിലായത്. ഇത് വിത്തിട്ട് കിളിർപ്പിച്ചതാണ്. ഒരെണ്ണേ കിളിച്ചുള്ളൂ. വിത്ത് ചിന്നക്കടയിൽ നിന്ന് വാങ്ങിച്ച വിത്ത് ഒരു 4-5 മണിക്കൂർ കുതിർത്തിട്ട് പാകിയതാണ്. അതിൽ ഒരെണ്ണം കിളിർത്ത് വന്നിങ്ങനെ മുട്ട് വന്നു. മുട്ടിനകത്ത് ഇങ്ങനെ എതൾ വന്നു. പിന്നെ എതളുകൾ കണ്ടു. എതളുകൾ വിരിഞ്ഞ് പതുക്കെ പിച്ച വെച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഓരോ ദിവസം ഞാൻ വന്ന് വീഡിയോ പിടിക്കുന്നത്, ഇടയ്ക്ക് വിട്ടുപോകും. അത് പിന്നെ വിരിഞ്ഞു. ആ വിരിഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല മഞ്ഞ നിറത്തിൽ അത് ഇങ്ങനെ വലിയ പൂവൊന്നുമല്ല, ചെറിയ പൂവാണെങ്കിലും അത് നമ്മൾ കണ്ണിന് ഒരു പ്രത്യേക ആനന്ദം തരുന്ന ഒരു പ്രഭയായിരുന്നു. അത് തങ്കപ്പതക്കം പോലെ. ശരിക്കും അത് കിഴക്കോട്ടാണ് നോക്കി നിൽക്കുന്നത് കേട്ടോ. സൂര്യനെ നോക്കി പടിഞ്ഞാറോട്ട് നിന്നാൾ ഇങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ, പ്രത്യേകിച്ച് നമ്മൾ കവിതകളിലൊക്കെ വായിച്ചിട്ടില്ലേ ഇങ്ങനെ സൂര്യനെ നോക്കി നിൽക്കുമെന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ പൂ വിരിഞ്ഞ് നിന്ന സന്ദർഭത്തിൽ അത് കാണുകയും അത് സന്തോഷിക്കുകയും ഒക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് 4-5 ദിവസം നിന്ന് കേട്ടോ പൂവ്. 5 ദിവസം 6-ാം ദിവസം തൊട്ട് വാടാൻ തുടങ്ങി. പിന്നെ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ആയി. പിന്നെ അത് ശ്രദ്ധിക്കാതെ പോയി. നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾക്ക് ചെടിയാണെങ്കിൽ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കത്തില്ല, ഒരു പ്രാവശ്യം പൂക്കുന്ന ചെടിയാണെങ്കിൽ. അതുകൊണ്ടായിരിക്കും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു ദിവസം എൻ്റെ കണ്ണിൽപ്പെടുന്ന ഈ 2 കുഞ്ഞു മുട്ടുകളാണ്. മുത്തശ്ശിയെപ്പോലെ കൂനി നിൽക്കുന്ന ആ ചെടിയിൽ ഇതുപോലെ 2 ഇലയിടുക്കിൽ 2. ശരിക്കും ഞാനെനിക്ക് ആലോചിച്ചു, നമ്മൾ പാഴെന്ന് കരുതി വിട്ട് കളഞ്ഞത് നമുക്ക് വീണ്ടും പൊൻകണിയായിട്ട്. ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും. നമുക്കിനി ഉപകാരപ്പെടില്ലെന്ന് കരുതുന്നവർ ഇതുപോലെ വരും പൊൻകണിയുമായിട്ട്. ആ ഒരു ചിന്തയാണ് തന്നത്.